ബി.ജെ.പിക്ക് അധികാരം ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പള്ളി പൊളിക്കൽ, ദർഗ പൊളിക്കൽ, അതോടൊപ്പം തന്നെ ഇസ്ലാമിക സിംബോളിക് സംഭവങ്ങൾ തകർക്കൽ, കുടുംബങ്ങളെ ആക്രമിക്കൽ, വ്യക്തികളെ ആക്രമിക്കൽ, ഇവയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിലും ബി.ജെ.പി അധികാരത്തിലേറിയതിന് പിന്നാലെ 6.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള പ്രശസ്തമായ അദീന മസ്ജിദും പൊളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയൊരു വിവാദത്തിലേക്ക് ആ പള്ളിയെ വലിച്ചു വെച്ചിരിക്കുകയാണ് ഹിന്ദുത്വവാദികൾ. മസ്ജിദിന് പുറത്ത് ശിവലിംഗം സ്ഥാപിക്കുമെന്ന് ഹിന്ദുത്വ സംഘടനയായ ആദിനാഥ് പുരാതൻ ശിവ് മന്ദിർ പ്രഖ്യാപിച്ചതോടെയാണ് മറ്റൊരു പൗരാണിക പള്ളി കൂടി തർക്കത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. 3.6 അടി ഉയരവും 1.5 ടൺ ഭാരവുമുള്ള ശിവലിംഗം മസ്ജിദിന് പുറത്ത് സ്ഥാപിക്കുമെന്നാണ് സംഘടന ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അദീന മസ്ജിദ് ആദിനാഥ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്താണെന്നും ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും സംഘടനാ നേതാവ് കാജൽ ഗോസ്വാമി ആരോപിച്ചിട്ടുണ്ട്. വടക്കൻ ബംഗാളിലെ ബി.ജെ.പിയുടെ നേതാവുമാണ് ഇയാൾ. ഇത് സംബന്ധിച്ച് പുതിയ പുരാവസ്തു സർവേ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമാണ് ഈ സംഘടന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഹിന്ദുത്വവാദികളുടെ അവകാശവാദം സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക പുരാവസ്തു കണ്ടെത്തലുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 1373 ബംഗാൾ സുൽത്താൻ സിക്കന്ദർ ഷാ നിർമ്മിച്ച അദീന മസ്ജിദ് ദേശീയ പ്രാധാന്യമുള്ള കേന്ദ്ര സംരക്ഷണ സ്മാരകമായി പുരാവസ്തു ASI സംരക്ഷിച്ചു വരികയാണ്. പുതിയ സംഭവത്തെ തുടർന്ന് പള്ളി സ്ഥിതി ചെയ്യുന്ന മാൾഡയിലെ പണ്ടുഎയിൽ സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ബി.ജെ.പിയും RSSും സ്വാധീനം നേടുന്നിടത്തെല്ലാം ആദ്യം മതപരമായ അവകാശവാദങ്ങൾ ഉയർത്തുകയും പിന്നീട് സാമൂഹിക വിഭജനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ് പതിവ് രീതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം വ്യക്തമാക്കി. അതേസമയം മുംബൈയിൽ 100 വർഷത്തോളം പഴക്കമുള്ള ദർഗ പൊളിച്ചു നീക്കി എന്ന വാർത്തയും പുറത്തുവരികയാണ്. മഹാരാഷ്ട്രയിലെ ഗരേഗാവ് ദിൽഷോദി പ്രദേശത്ത് 100 വർഷത്തോളം പഴക്കമുള്ള ദർഗയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആരോപിച്ചാണ് ഷഹൻഷായെ പീർ ബാബ ദർഗ കനത്ത പോലീസ് സംരക്ഷണത്തിൽ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. പൊളിച്ചു നീക്കൽ നടപടിയുടെ ഭാഗമായി ദർഗയ്ക്ക് ചുറ്റുമുള്ള റോഡുകൾ ബാരിക്കേഡ് സ്ഥാപിച്ച് അടക്കുകയും പൊതുജനങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. പൊളിക്കൽ നടപടിയെ വിമർശിച്ച് മജ്ലിസ് നേതാവ് വാരിസ് പത്താനും രംഗത്ത് വന്നു. ദർഗ ട്രസ്റ്റിമാർ അടിയന്തര ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് വിഷയം ദിൻദോഷി കോടതിയുടെ പരിഗണനയിലായിരുന്നുവെന്നും എന്നാൽ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അധികൃതർ രാവിലെ എത്തി മുഴുവൻ നിർമ്മാണവും പൊളിച്ചു നീക്കിയെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ട്രസ്റ്റിമാർക്ക് കോടതിയെ സമീപിക്കാൻ മതിയായ അവസരം പോലും നൽകിയില്ല എന്നും കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പോലീസ് സന്നാഹം വിന്യസിച്ച് ദർഗ പൂർണ്ണമായും തകർത്തുവെന്നും വാരിസ് പത്താൻ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 2-ന് മുംബൈയിലെ ആരെ കോളനിയിലും സമാന രീതിയിലുള്ള സൂഫി ദർഗ പൊളിച്ചു നീക്കിയിരുന്നു.